ഇനി ഇടുക്കിയിലേക്ക് തൂക്കുപാലത്ത് വൻ ചന്ദനവേട്ട. വിൽക്കാൻ സൂക്ഷിച്ച ചന്ദനവുമായി 5 അന്തർ സംസ്ഥാന ചന്ദന മോഷ്ടാക്കളെ വനംവകുപ്പ് പിടികൂടി. സംഘത്തിലെ പ്രധാന കണ്ണി കർണാടകയിലേക്ക് കടന്നുവന്ന് ഇപ്പോൾ സൂചന ലഭിക്കുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ടെലിഫോണിലുണ്ട്. രാഹുൽ വിജയൻ, യഥാർത്ഥത്തിൽ ഈ ചന്ദന കള്ളക്കടത്തുകാർ മുഴുവൻ അന്യ സംസ്ഥാനക്കാരാണോ? എസ്കെൻ, ഈ പിടിയിലായിരിക്കുന്ന 5 പേരും മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 15 ലക്ഷം രൂപ വിലമതിക്കുന്ന, അതായത് പൊതുവിപണിയിൽ 15 ലക്ഷം രൂപ വിലമതിക്കുന്ന ചന്ദനമാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെടുങ്കണ്ടം സന്യാസി ഓട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ചന്ദന മരങ്ങൾ മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതികളെയാണ് ഇന്ന് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്യാസിയോട സ്വദേശികളായ ബിജു അജികുമാർ, എസ് ഷിബു, തൂക്കുപാലം സ്വദേശി സച്ചു ബാബു, ചോറ്റുപാറ സ്വദേശി ബാബു ജോസഫ്, രാമക്കൽമേട് സ്വദേശി ഹസൻ കുഞ്ഞ് എന്നിവരാണ് നിലവിൽ വനംവകുപ്പിന്റെ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 45 കിലോ ചന്ദനത്തടിയും ആയുധങ്ങളുമായി പോലീസ് മുൻ തണ്ടർ ബോൾട്ട് അംഗം ഉടുമ്പന്നൂർ സ്വദേശി സുനീഷ് വനംവകുപ്പിന്റെ പിടിയിലായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ ബാക്കി 5 പേരെ പറ്റിയുള്ള വിവരം ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ചന്ദനത്തടികൾ തമിഴ്നാട്ടിലെത്തി വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ രീതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സംഘത്തിലെ ഏറ്റവും പ്രധാനി സുനീഷ് ചെറിയാൻ എന്ന് പറയുന്ന ആളാണ്. ഇയാളെ പിടികൂടുന്നതിന് വേണ്ടി വനംവകുപ്പ് പ്രത്യേക അന്വേഷണം തന്നെ നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.